മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലേക്ക് തന്നെ നീങ്ങിയിരിക്കുന്നതിനകത്ത് പലരും തന്നെ അതിൻ്റെ ഒരു അഭിപ്രായം, ആ തെരഞ്ഞെടുപ്പ് രീതികൾ എന്തായിരിക്കണമെന്ന് സംബന്ധിച്ചെല്ലാം തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. നമുക്കൊപ്പം KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ചേരുന്നു. വലിയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏത് രീതിയിലാണത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ, എല്ലാ കാലത്തും ചെയ്തിരുന്ന പോലെ ആ രീതിക്ക് തന്നെ ആയിരിക്കും നടക്കുക. സ്വാഭാവികമായിട്ടും MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കും. അതിന് ഒബ്സർവേഴ്സ് വരുന്നുണ്ട്. നാളെയൊക്കെ ആയിട്ട് ഒബ്സർവേഴ്സ് എത്തുമായിരിക്കും ഡൽഹിയിൽ നിന്ന്. അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം AICC ഒരു തീരുമാനം എടുക്കുക. അതാണല്ലോ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ഇത് എങ്ങനെ MLA-മാരുടെ ഒരു അഭിപ്രായം ചോദിക്കുന്നത്? പരസ്യമായിട്ടോ അങ്ങനെ ഒരു രീതിയുണ്ടോ നിലവിൽ? എങ്ങനെയാണ്? അല്ല, അതൊക്കെ തീരുമാനിക്കേണ്ടത് AICC ആണ്. എങ്ങനെയാണ്, പരസ്യമായിട്ടാണോ രഹസ്യമായിട്ടാണോ എന്നൊക്കെയുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു അതോറിറ്റിയുടെ ഒരു ഇതാണല്ലോ, രീതിയാണല്ലോ എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. അത് അവർക്ക് വേണ്ട രീതി. ഒക്കെ എത്രയോ കാലമായി കോൺഗ്രസ് എത്രയോ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ നിയമിച്ചു. അപ്പോൾ അതിന് ആ രീതിക്ക് അപ്പുറമായി വേറൊന്നും ചെയ്യാനില്ലല്ലോ. നമുക്ക് അടിസ്ഥാനപരമായി നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായും കോൺഗ്രസിൻ്റെ രീതികൾക്കനുസൃതമായും കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾക്കനുസൃതമായും ആയിരിക്കുമല്ലോ. എങ്ങനെ ഇത് ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത് പരസ്യമായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ രഹസ്യമായിട്ടൊരു ബാലറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മറുപടി പറയേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് പല രീതിയിലും പല ആളുകൾ പല സമയത്തും പല രീതിയിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് AICC ഏത് രീതിക്കാണ് തീരുമാനിക്കുന്നതെന്ന് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അത് എങ്ങനെ വേണം എന്നുള്ളത് അത് അവർ തീരുമാനിക്കും. പിന്നെ ഇതിപ്പോൾ രഹസ്യമായിട്ട് വേണോ എന്നുള്ളത് ഇതിനകത്ത് എന്താ നിർബന്ധം എന്നുള്ളത് അറിയില്ല. ഓരോരുത്തർക്ക് അഭിപ്രായം അല്ലെങ്കിലും ഒരു ലീഡർഷിപ്പിനെ അറിയിക്കുകയാണല്ലോ ചെയ്യുക. അതിനകത്തിപ്പോൾ ഇപ്പോൾ കൊച്ചി നഗരസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് അന്ന് ഞാനിതുപോലെ പറഞ്ഞതാണ്, അത് രഹസ്യമായിട്ട് വേണം വോട്ടെടുപ്പെന്ന് പറഞ്ഞതാണ് മേയറെ തിരഞ്ഞെടുത്തപ്പോൾ. അന്ന് അത് എല്ലാവരും കൂടി തീരുമാനിച്ചു, അതിൻ്റെ ആവശ്യമില്ല, പരസ്യമായി എല്ലാവരെയും കൂടെ നിർത്തി അങ്ങ് ചോദിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. ഞാനതിന് വഴങ്ങായിരുന്നല്ലോ. എനിക്കതിൻ്റെ അകത്ത് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിന് വഴങ്ങി. കാരണം പാർട്ടി ഒരു തീരുമാനം അങ്ങനെ എടുക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു ഫൈറ്റ് ചെയ്യാൻ പോയില്ല. എനിക്ക് അതിന് മറ്റൊരാളെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനതിപ്പോൾ പാർട്ടിയോടൊപ്പം നിന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. അതാണല്ലോ പാർട്ടിയോട് കൂറുള്ളവരങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഇതിലും അത്തരം രീതികൾ അനുവർത്തിക്കേണ്ടതല്ലേ? ഒരു പൊതു സ്വഭാവം നിശ്ചയിച്ച് പോകുമ്പോഴേക്കും ഈ പരസ്യമായിട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചോദിക്കുമ്പോൾ എല്ലാം തന്നെ ഒരു തുറന്നൊരു അഭിപ്രായത്തിന് സാധ്യതയുണ്ടോ? അല്ല, അത് എങ്ങനെയാണെന്നുള്ളത് അവർ AICC ഡിസിഷൻ എടുക്കും. ഇതിപ്പോൾ ഞാനത് പറയാൻ കാരണം, അന്ന് KPCC ചില ഫോർമാറ്റ് കൊടുത്തിരുന്നു ഏത് രീതിയിൽ വേണം തിരഞ്ഞെടുപ്പെന്ന്. അന്ന് KPCC പറഞ്ഞ ആ രീതിയിലല്ല ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് രഹസ്യമായ വോട്ടെടുപ്പാണ് KPCC പറഞ്ഞിരിക്കുന്നത്, അത് നടന്നില്ല എന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ തീരുമാനിക്കുകയാണ്, പരസ്യമാണ് എന്ന് തീരുമാനിക്കുകയാണ്. അത് ഡിസൈഡ് ചെയ്യേണ്ടത് അത് ലീഡ് ചെയ്യുന്നവരാണല്ലോ. അതങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതങ്ങനെ നടക്കും. ഓപ്പണായിട്ടാണെന്ന് അവർ തീരുമാനിച്ചാൽ അങ്ങനെ നടക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും അങ്ങനെ ഓപ്പണായിട്ടൊക്കെ തന്നെ ചോദിച്ചിട്ടുമുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിലാണെങ്കിലും അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഏറ്റവും അധികം MLA-മാർ പിന്തുണ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അന്ന് പ്രതിപക്ഷ നേതാവ് 5 വർഷം ഏറ്റവും ഭംഗിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് രമേശ് ജി. പക്ഷേ അന്ന് 5 വർഷം പ്രവർത്തിച്ചു എന്നുള്ള നിലയിൽ ഇനി ഒരു മാറ്റമാവാമെന്ന് AICC തീരുമാനിച്ചു. ആ തീരുമാനത്തിനൊപ്പം രമേശ് ജി നിൽക്കുകയും ചെയ്തു. ഏറ്റവും അച്ചടക്കത്തോടെ അദ്ദേഹം അതിനോടൊപ്പം നിൽക്കുകയായിരുന്നല്ലോ. ഇത്തവണ പരസ്യമാവണം എന്ന് തന്നെയാണോ ആവശ്യപ്പെടുന്നത്? അല്ല, നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. എനിക്കോ അല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹിക്കോ ഒന്നും ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. അത് ആ ഉചിതമായ രീതിയിൽ അത് തീരുമാനിക്കാൻ വന്ന ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ദേശീയ തലത്തിലുള്ള നേതാക്കളാണ്. അവർ തീരുമാനിക്കും അത് എങ്ങനെ വേണം. അത്തരം ചോദ്യങ്ങൾ രഹസ്യവും പരസ്യവും ഒരു ഇക്വേഷൻ മാറുന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? അത് ആരെങ്കിലും അങ്ങനെ രഹസ്യമായിട്ട് വേണമെന്ന് പറഞ്ഞു? എനിക്കറിയില്ല. നിങ്ങളിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ രഹസ്യമായിട്ട് അത് എന്താണോ ക്രൈറ്റീരിയ അത് ലീഡ് ചെയ്യുന്നവർ തീരുമാനിക്കുന്നത് ആ രീതിയിലായിരിക്കും അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുക. കോർപ്പറേഷനിലൊക്കെ അത്തരം നിർദ്ദേശങ്ങൾ നടപ്പായില്ല എന്നുണ്ട് അല്ലേ? കോർപ്പറേഷനിൽ അന്ന് KPCCയുടെ മാനദണ്ഡം പാലിക്കപ്പെട്ടില്ല എന്ന് അന്നേ ഞാൻ പറഞ്ഞല്ലോ.
ഇത്തവണ KPCC പാർട്ടി മാനദണ്ഡങ്ങൾ തന്നെ പാലിക്കണം എന്ന് തന്നെയാണ്. അത് ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമല്ലേ. അതൊക്കെ വളരെ കൃത്യമായിട്ട് ACC അതിൻ്റെതായ രീതിയിൽ മാത്രമേ, ഉചിതമായ രീതിയിൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു വളരെ നിസ്സംഗമായി എടുക്കേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി തന്നെ ആയിരിക്കും ദേശീയ നേതൃത്വം അത് കാണുക. വലിയ തർക്കങ്ങളില്ലാതെ ഇത് അവസാനിക്കുമെന്ന് തന്നെയാണോ? അതെ അതെ, തർക്കങ്ങൾ എന്നല്ല അതിനെ പറയേണ്ട, അഭിപ്രായങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പല പേരുകാർക്കും പിന്തുണ കൊടുക്കുന്നവരുണ്ടാവുമല്ലോ, അത് അഭിപ്രായമാണ്. അതിന് തർക്കമെന്ന് പറയാൻ പറ്റില്ല. തർക്കമാകുന്ന എപ്പോഴാണ് അനാവശ്യമായ കാര്യങ്ങൾ മറ്റൊരു നേതാവിനെതിരെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് അതിനെ തർക്കമെന്ന് പറയേണ്ടത്. അല്ലാതെ എനിക്കൊരു നേതാവിനെ താല്പര്യമാണ്, ഈ നേതാവാണ് വരേണ്ടത് ആഗ്രഹമെന്ന് ഒരു MLA പറഞ്ഞാൽ അതിനെ തർക്കമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്രവർത്തകർ പറഞ്ഞാൽ അതിനെ തർക്കമെന്ന് പറയാൻ പറ്റില്ല. അവരവരുടെ അഭിപ്രായം പറയുന്നു. പക്ഷേ അഭിപ്രായമൊക്കെ പറയുമ്പോൾ, പുറത്ത് പ്ലാറ്റ്ഫോമുകളിൽ പറയുമ്പോൾ അതിനൊക്കെ ഒരു പരിധി വേണം. ഒരു നേതാവിനെ നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ മറ്റു നേതാക്കന്മാരെ മോശമാക്കി പറയുന്ന ഒരു പ്രവണത ശരിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ KPCC ഒക്കെ അതിൻ്റെ അകത്ത് ഇടപെടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ഈ രഹസ്യ പരസ്യ ചർച്ചകളുടെ ഒരു ഇരയായിട്ട് താൻ മാറിയെന്ന് ദീപ്തിക്ക് തോന്നിയിട്ടുണ്ടോ? ഈ കൊച്ചിൻ കോർപ്പറേഷൻ സംഭവത്തിലെല്ലാം തന്നെ ഒരു അഭിപ്രായം പറഞ്ഞ ആ രീതിയിൽ? അല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അഭിപ്രായം പറയുന്നത് എനിക്ക് അതിൻ്റെ അകത്ത് തോന്നിയിട്ടുള്ളത് എനിക്ക് വലിയൊരു പിന്തുണ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. പക്ഷേ ചർച്ചകളിലേക്ക് വന്നപ്പോഴേക്കും ഒരു ചർച്ചകളിലേക്ക് വന്നതല്ല, തീരുമാനമെടുത്ത കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ആളുകളുടെ ചില ഏകപക്ഷീയമായ ചില നിലപാടുകൾ അന്നുണ്ടായിരുന്നുകൊണ്ടാണല്ലോ KPCCയുടെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതെ പോയത്. ആ പാലിക്കപ്പെടാതെ പോയി എന്നുള്ളത് അന്നും ഇന്നും എന്നും ഞാൻ പറയുന്ന കാര്യം. എന്ന് വെച്ച് ഞാൻ ആരെ എതിർക്കാനോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കാതെ മാറി നിൽക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളായി പോവുകയാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വൈകാതെ തന്നെ അതിനൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയേക്കുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ദീപ്തി പറഞ്ഞു വയ്ക്കുന്നതും നേരത്തെയും ഇത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു. കൊച്ചിൻ കോർപ്പറേഷൻ്റെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അത്തരം ചർച്ചകളിലേക്ക് വന്നിരുന്നു. പക്ഷേ ചില അഭിപ്രായ പ്രകടനങ്ങൾ അത് KPCC മാനദണ്ഡങ്ങളടക്കം അതിൽ പാലിച്ചില്ല എന്ന പരിഭവം കൂടി അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.